ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ പുതിയ ജലസേചന പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. 4 കോടി രൂപ ചെലവിലാണ് പുതിയ ജലസേചന പദ്ധതി ഒരുക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കഴിഞ്ഞ ബജറ്റിലാണ് ജലസംഭരണിയും ജലസേചന സൗകര്യവും ഒരുക്കുന്നതിനുള്ള പദ്ധതിക്ക് ബജറ്റിൽ 4 കോടി രൂപ അനുവദിച്ചത്. ഈ പദ്ധതിക്കാണ് ഇപ്പോൾ ഭരണാനുമതി ആയിരിക്കുന്നത്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. പലപ്പോഴും പരീക്ഷണ കൃഷികൾ നടപ്പാക്കാനാവശ്യമായ വെള്ളം ഫാമിൽ ലഭ്യമല്ലായിരുന്നു. ഇത് പ്രവർത്തനങ്ങളെ വലിയ തരത്തിൽ ബാധിച്ചിരുന്നു. ഇതിന് പരിഹാരമായാണ് ജലസംഭരണിയും ജലസേചന സൗകര്യവും ഒരുക്കുവാൻ തീരുമാനമായത്. കൂറ്റൻ ജലസംഭരണിയാണ് ഇവിടെ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾ വേഗത്തിലാക്കി നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഇപ്പൊ നിലവിൽ ചെറിയൊരു ജലസംഭരണിയാണുള്ളത്. അതിനേക്കാളും ഒരു 10-15 ഇരട്ടി വരുന്ന വലിയൊരു ജലസംഭരണി, ഏതാണ്ട് ഒരു തടാകം പോലെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇവിടുത്തെ റിസർച്ചിനും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കും മാത്രമല്ല പ്രയോജനം ചെയ്യുക. ഈ ജലസംഭരണി വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ പരിസര പ്രദേശത്തൊക്കെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടി കൂടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി TSM ടെൻഡറും വിളിക്കുന്നതിന് മുന്നോടിയാണ് വിശദമായിട്ടുള്ള ഇതിന്റെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. എന്തായിരുന്നാലും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ അപ്പോൾ നമുക്കറിയാം റിസർച്ചിന് ആവശ്യമുള്ള അതുപോലെ വിത്തുൽപാദനത്തിന് ആവശ്യമുള്ള കൃഷി ഒരു വിള കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പരിഹരിക്കാൻ കഴിയും. തുടർന്ന് നടന്ന യോഗത്തിൽ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ P. രാജി, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ KS. ശോഭ, ഡോക്ടർ PP. മൂസ, പ്രൊഫസർ ഷഹീൻ മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു.